സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരി ഓം തത്സത്. പ്രിയ ധന്യാത്മാക്കളെ, രാമായണ മാസാചരണത്തിൻ്റെ 12ാം ദിനമായ ഇന്നത്തെ പാരായണ ഭാഗം തുടങ്ങുന്നത് ആരണ്യകാണ്ഡത്തിൽ 551 വരി മുതൽ 1060 വരി കൂടിയതാണ്. ഇത്രയും ഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് നിരീക്ഷിക്കാം. അങ്ങനെ ശ്രീരാമൻ അഗസ്ത്യനെ നമസ്കരിച്ച് യാത്ര പറഞ്ഞ് പഞ്ചവടിയിലേക്ക് പോയി. വഴിമധ്യേ പർവ്വതത്തിലെ കൊടുമുടി പോലെ തോന്നപ്പെടുന്ന ഒരു കഴുകനെ കണ്ടു. മഹർഷിമാരെ തിന്നുന്ന ഇവനെ കൊല്ലണം, ലക്ഷ്മണ വേഗം വില്ല് കൊണ്ടുവരൂ. രാമൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട് ആ കഴുകൻ ഭയത്തോടെ പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയുടെ അച്ഛൻ്റെ സുഹൃത്തായ ജടായുവാണ്, വധിക്കപ്പെടേണ്ടവനല്ല. അങ്ങയുടെ സഹായിയായി വർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ഭക്തനെ ഗാഠാലിംഗനം ചെയ്ത് രാമൻ പറഞ്ഞു, ശരി, ഞാൻ താമസിക്കുന്നതിനടുത്ത് അങ്ങ് താമസിച്ച് വേണ്ട പോലെ ചെയ്താലും. അനന്തരം ജനവാസമില്ലാത്തതും എന്നാൽ വാസയോഗ്യതുമായതുമായ പഞ്ചവടിയിലെത്തി അഗസ്ത്യമുനി പറഞ്ഞതുപോലെ അവർ പർണശാല കെട്ടി താമസം തുടങ്ങി. ലക്ഷ്മണൻ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയമ്മയെയും സന്തോഷത്തോടെ സംതൃപ്തിയോടെ സേവിച്ചു പോന്നു. അങ്ങനെ മൂവരും സുഖമായി അവിടെ താമസിച്ചു. ഒരു ദിവസം ലക്ഷ്മണൻ രാമനെ വിനയപൂർവ്വം സമീപിച്ച് തനിക്ക് മുക്തിമാർഗത്തെ ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. ഇവിടെ ശിഷ്യൻ അത്യന്തം വിനയാന്വിതനും ഗുരുവിൻ്റെ സേവകനും ഗുരുവാകട്ടെ സർവജ്ഞാനിയുമാണ്. ഇതായിരിക്കണം ഉത്തമ ഗുരു ശിഷ്യ ബന്ധം. ശ്രീരാമൻ പറഞ്ഞു, കുമാര, അത്യന്തം രഹസ്യമായ മുക്തിമാർഗത്തെ നിനക്ക് ഉപദേശിച്ചു തരാം. നീ അതിനർഹനാണ്. എന്താണ് ശിഷ്യന് വേണ്ട അർഹത? ഗുരുവിനോടുള്ള ആദരവും സേവനാഭാവവും അറിയാനുള്ള ആഗ്രഹവും. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ കൃഷ്ണനോട് അപേക്ഷിച്ചതും ആർക്കും ശ്രേയസ്സുണ്ടാക്കുന്ന മുക്തിമാർഗം തന്നെയാണ്. രാമൻ മുക്തിമാർഗോപദേശം ആരംഭിച്ചു. മുക്തിമാർഗത്തിൽ പ്രധാനമായും 2 കാര്യമുണ്ട്. 1 അജ്ഞാനജന്യമായ മായാസ്വരൂപം, 2 അറിയപ്പെടേണ്ടതായ ആത്മസ്വരൂപം. ആത്മാവല്ലാത്ത ദേഹാദി വസ്തുക്കൾ ആത്മാവാണെന്ന് തോന്നുന്നതാണ് മായ, അതായത് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുന്നത്. മായയ്ക്ക് 2 രൂപമുണ്ട് ലക്ഷ്മണ, വിക്ഷേപവും ആവരണവും. അതിൽ വിക്ഷേപമാണ് മഹത്വത്വം മുതൽ ബ്രഹ്മാവ് വരെയുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അടുത്തത് ആവരണം, അത് ജ്ഞാനത്തെ മറയ്ക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൽ കയർ പാമ്പെന്ന പോലെ തോന്നിക്കുന്നു, അത് ഭ്രമം കൊണ്ടാണ്. പ്രപഞ്ചം അജ്ഞാനത്താൽ ഉണ്ടെന്ന് തോന്നിക്കുന്നു. എങ്ങനെയാണോ വെളിച്ചമില്ലാത്തതുകൊണ്ട് കയറിൽ പാമ്പിനെ ആരോപിക്കപ്പെടുന്നത്, അതുപോലെ പരമാത്മ തത്വത്തെ അറിയാത്തതുകൊണ്ട് പ്രപഞ്ച പ്രതീതി ഉണ്ടാകുന്നു. വെളിച്ചം വരുമ്പോൾ കയർ പാമ്പല്ല എന്ന് മനസ്സിലാക്കും. അതുപോലെ ആത്മജ്ഞാനമുണ്ടാകുമ്പോൾ പ്രപഞ്ചം മിഥ്യയാണെന്നും മനസ്സിലാക്കുന്നു. സംസാരവൃക്ഷത്തിൻ്റെ നാരായ വേര് ശരീരം അഥവാ ക്ഷേത്രമാണ്. ഈ ശരീരബോധം കൊണ്ട് പത്നി, പുത്രൻ, ധനം, ഗൃഹം എന്നിവയിൽ ഭ്രമിച്ചുഴലുന്നു. പഞ്ചമഹാഭൂതങ്ങൾ, ഞാനെന്ന തോന്നലാകുന്ന അഹങ്കാരം, ബുദ്ധി, വിഷയങ്ങളായ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം അവ അനുഭവിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളായ കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക്, വാക്ക്, കയ്യ്, കാല്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ, ബുദ്ധിയിലുള്ള ആത്മപ്രതിബിംബമായ ചിത്ത്, മനസ്സ്, ഇവയ്ക്കെല്ലാം കാരണമായ മൂലപ്രകൃതി, ഇവയെല്ലാം കൂടിച്ചേർന്നതിനെ ക്ഷേത്രം അഥവാ ശരീരം എന്ന് പറയുന്നു. ഇവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ആത്മാവ് അഥവാ ക്ഷേത്രജ്ഞൻ.
ദേവസാക്ഷിയായ ആത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ്. ആത്മാവിനെ അറിയുന്നതോടെ പരമാത്മബോധം ജനിക്കും. ആത്മാവിനെ അറിയണമെങ്കിൽ അനഹങ്കാരം, അഹിംസ, ദമം, ആർജവം, ഗുരുസേവ, ബാഹ്യാന്തര ശുദ്ധി, മനസ്ഥൈര്യം, മൗനം, ത്യാഗം, ഇന്ദ്രിയ നിഗ്രഹണം, എല്ലാത്തിലും മിതത്വവും സമഭാവനയും, അസംഗം, ഈശ്വരനിൽ ഇളക്കമില്ലാത്ത ഭക്തി, ഏകാന്തവാസം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. ഇതിന് വിപരീതമായി അനുഷ്ഠിച്ചാൽ അജ്ഞാനമാണ് ഫലം. താൻ ആത്മാവാണെന്ന ബോധം യാതൊന്നുകൊണ്ടുണ്ടാവുന്നുവോ അതാണ് ജ്ഞാനം. അങ്ങനെയുള്ള ജ്ഞാനം അനുഭവമാകുമ്പോൾ വിജ്ഞാനമാകുന്നു. ആത്മാവ് സർവവ്യാപിയും ചിദാനന്ദനും ഉപാധികളില്ലാത്തവനും പരിണാമഹീനനും അദ്വയനും സത്യജ്ഞാനസ്വരൂപനും നിസ്സംഗനും സ്വപ്രകാശരൂപനുമാണ്. ഗുരുപദേശം കൊണ്ടും ശാസ്ത്രജ്ഞാനം കൊണ്ടും ജീവനും ആത്മാവും ഒന്നാണെന്നറിയുമ്പോൾ ദേഹേന്ദ്രിയ ബോധങ്ങൾ ഇല്ലാതെയായി പരമാത്മാവിൽ ലയിക്കുന്നു. ഈ അനുഭവത്തെ മുക്തി എന്ന് പറയുന്നു. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതാണ് അതിനെ ജീവൻ മുക്തി എന്ന് പറയുന്നത്. ലക്ഷ്മണ, ഇപ്രകാരം മോക്ഷസ്വരൂപത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ ഉണ്ടായാലും ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്നവർക്കേ മുക്തി ലഭിക്കൂ. അനന്തരം ഭക്തി അനുഷ്ഠാനങ്ങളെപ്പറ്റി പറയുന്നു. സത്സംഗം, ഭഗവാനെയും ഭക്തന്മാരെയും സേവിക്കുക, വിധി പോലെ വ്രതങ്ങൾ ആചരിക്കുക, ഭഗവത് കഥകളുടെ ശ്രവണം, കീർത്തനം, മനനം, ഭഗവാനെ അർച്ചിക്കുക, സേവിക്കുക മുതലായവ നിരന്തരം ചെയ്യുന്നവർക്ക് ഈശ്വരനിൽ അടിയുറച്ച ഭക്തി ഉണ്ടാകും. ഭക്തി കൊണ്ട് ശുദ്ധമായി തീർന്ന മനസ്സിൽ ജ്ഞാനവിജ്ഞാനങ്ങളും വൈരാഗ്യവും ജനിക്കും. ഇപ്രകാരം ഇന്ദ്രിയ നിഗ്രഹണം സാധ്യമായാൽ ജാഗ്രത അവസ്ഥയില്ലാതാവും. ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിക്കുമ്പോൾ സ്വപ്നാവസ്ഥയും ഇല്ലാതാകും. ആത്മജ്ഞാനം ഉദിക്കുമ്പോൾ സുഷുപ്തി അവസ്ഥയും ഇല്ലാതാവും. ഈ 3 അവസ്ഥകളും ഇല്ലാതായാൽ ജീവൻ ആത്മാവിൽ ഏകീകരിച്ച് പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയാണ് മുക്തി, അഥവാ 4ാമത്തെ അവസ്ഥയായ തുരീയം എന്ന് പറയുന്നത്. ഇപ്രകാരം ലക്ഷ്മണന്റെ ചോദ്യത്തിന് ജീവന്മാർക്കെല്ലാം ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഉപകരിക്കുന്ന മറുപടിയും അതിൻ്റെ ഫലശ്രുതിയും പറഞ്ഞ് ലക്ഷ്മണോപദേശം ഉപസംഹരിച്ചു. ദണ്ഡകാരണ്യത്തിൽ ജനസ്ഥാനത്ത് വസിക്കുന്ന രാവണ സോദരി ശൂർപ്പണഖ ഒരു ദിവസം ഗൗതമി തീരത്തൂടി നടക്കുമ്പോൾ താമര, വജ്രം, അങ്കുശം, ധ്വജം മുതലായ പാദരേഖകളോടുകൂടിയ മനോഹരമായ കാൽപ്പാടുകൾ കാണാനിടയായി. കാൽപ്പാടുകൾ ഇത്ര മനോഹരമാണെങ്കിൽ അതിൻ്റെ ഉടമ എത്ര സുന്ദരനായിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ കാൽപ്പാടുകൾ പിന്തുടർന്ന് രാമൻ്റെ ആശ്രമത്തിലെത്തി. സീതയോടുകൂടി മുനിവേഷധാരിയായ കാമദേവനേക്കാൾ സുന്ദരനായ രാമനെ കണ്ടപ്പോൾ കാമപരവശയായി പറഞ്ഞു, ഞാൻ രാക്ഷസ ചക്രവർത്തിയായ രാവണൻ്റെ അനുജത്തിയാണ്. ഖരൻ എന്ന അനുജനോടൊപ്പം ജനസ്ഥാനത്ത് താമസിച്ചു വരുന്നു. അങ്ങയെപ്പറ്റി അറിയണമെന്നുണ്ട്. ഉടനെ ശ്രീരാമൻ തന്നെയും കൂടെയുള്ളവരെയും പരിചയപ്പെടുത്തി. അനന്തരം ഭവതിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ശൂർപ്പണഖ പറഞ്ഞു, എനിക്ക് സുന്ദരനായ അങ്ങില്ലാതെ ജീവിക്കാൻ വയ്യ. വരൂ, നമുക്കൊരുമിച്ച് വിനോദിച്ച് സഞ്ചരിക്കാം. സീതയെ നോക്കിക്കൊണ്ട് രാമൻ പറഞ്ഞു, എനിക്കൊരു ഭാര്യയുണ്ട്. ഭവതിയോടൊപ്പം ഞാൻ വന്നാൽ അവൾക്കത് ദുഃഖമാകും. അവളുടെ ദുഃഖം ഭവതിക്കും അസഹ്യമായി തീരും. അതുകൊണ്ട് എൻ്റെ അനുജൻ ലക്ഷ്മണൻ അതാ അവിടെ നിൽക്കുന്നു. അവൻ ഭവതിക്ക് അനുരൂപനാണ്. ഉടനെ ശൂർപ്പണഖ ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്ന് തന്നോടൊപ്പം രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു. താൻ രാമൻ്റെ ദാസനാണ്. ഭവതി എന്നെ സ്വീകരിച്ചാൽ ദാസിയായിത്തീരും. അതുകൊണ്ട് രാമനോട് തന്നെ ഭവതിയുടെ ആഗ്രഹം അറിയിക്കൂ. ഇപ്രകാരം ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് വീണ്ടും രാമൻ്റെ അടുത്തേക്ക് പോയി. ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കളിപ്പിക്കുക അല്ലാതെ ആഗ്രഹം നിറവേറുന്നില്ലെന്ന് കണ്ട് കാമഭംഗം കൊണ്ടുണ്ടായ കോപം കൊണ്ട് ശൂർപ്പണഖ ഘോരരൂപിണിയായി സീതയെ തിന്നാൻ പാഞ്ഞെടുത്തു. തൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ വാളൂരി അവളുടെ മൂക്കുമുലയും ഛേദിച്ചു വിരൂപയാക്കി. അവൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഖരൻ്റെ മുന്നിൽ ചെന്ന് പതിച്ചു. ചോരയൊലിപ്പിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ വന്നു കേഴുന്ന സഹോദരിയെ കണ്ട്, ആരാണിത് ചെയ്തത്? അവർ കാലനായാലും ഉടനെ വധിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. താൻ
വിവാഹാഭ്യർത്ഥന നടത്തിയെന്നതൊഴിച്ച് പൊടുപ്പും തൊങ്ങലും ചേർത്ത് കാര്യങ്ങളൊക്കെ ഖരനോട് പറഞ്ഞു. നീ അവരെ വധിച്ചില്ലെങ്കിൽ നിന്റെ മുന്നിൽ ഞാൻ ദേഹത്യാഗം ചെയ്യുമെന്നും പറഞ്ഞു. കോപാന്ധനായ ഖരൻ അനുജൻ ത്രിശിരസോടും സേനാനായകൻ ദൂഷണനോടും 14,000 സൈന്യത്തോടും രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. വലിയ കോലാഹലം കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, രാക്ഷസപ്പട വരുന്നുണ്ട്, ഘോരമായ യുദ്ധം നടക്കും. നീ സീതയെ ഒരു ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുപോയി സുരക്ഷിതയായി രക്ഷിക്കൂ. ഞാൻ ഒറ്റയ്ക്ക് ഇവരെ നേരിട്ട് കൊള്ളാം. ലക്ഷ്മണൻ സീതയെയും കൊണ്ട് സുരക്ഷിത സ്ഥാനത്തെത്തി. ശ്രീരാമൻ യുദ്ധത്തിന് തയ്യാറായി. അപ്പോഴേക്കും രാക്ഷസന്മാർ പാഞ്ഞു വന്ന് പലവിധ ആയുധങ്ങളും വർഷിച്ച് രാമനോട് യുദ്ധം ചെയ്തു. അവരെ നേരിട്ട് ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുന്ന യുദ്ധത്തിൽ രാമൻ ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും 14,000 രാക്ഷസ പടയാളികളെയും വധിച്ചു. രംഗം ശാന്തമായപ്പോൾ സീതയും ലക്ഷ്മണനും ഓടി വന്നു. സീതയുടെ തലോടൽ കൊണ്ട് രാമൻ്റെ ശരീരത്തിലുള്ള മുറിവുകളൊക്കെയും ഭേദമായി. അനന്തരം രാമൻ്റെ നിയോഗപ്രകാരം ലക്ഷ്മണൻ മുനിമാരോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയിച്ചു. സന്തോഷത്തോടു കൂടി മുനിമാർ മൂവർക്കും മുന്നോട്ടുള്ള രക്ഷയ്ക്കായി മോതിരവും ചൂടാമണിയും കവചവും സമ്മാനമായി നൽകി ആശീർവദിച്ചു. ലക്ഷ്മണൻ അവയൊക്കെ രാമൻ്റെ കയ്യിൽ കൊടുത്തു. അതിൽ മോതിരം താൻ സ്വയമണിഞ്ഞു, ചൂടാരത്നം സീതാദേവിക്കണിയാൻ കൊടുത്തു, കവചം ലക്ഷ്മണനും കൊടുത്തു. ഈ മോതിരമാണ് ഹനുമാൻ ലങ്കയിലേക്ക് പോയപ്പോൾ അടയാളമായി കൊണ്ടുപോയതും ചൂടാരത്നം സീതയെ കണ്ടതിൻ്റെ അടയാളമായി തിരിച്ചു കൊണ്ടുവന്ന് രാമനെ ഏൽപ്പിച്ചതും. അതുപോലെ ഈ കവചമണിഞ്ഞാണ് ലക്ഷ്മണൻ രാക്ഷസന്മാരുമായി യുദ്ധം നടത്തിയതും. പ്രിയ സജ്ജനങ്ങളെ, സംഭവബഹുലവും ത്യാഗോജ്വലവുമായ കഥകളും മനോഹരമായ സ്തുതികളും ജാനോപദേശങ്ങളും നിറഞ്ഞ ആദികാവ്യത്തിൻ്റെ 12ാം ദിന പാരായണം ഇവിടെ വരെ ആയിരുന്നു. എല്ലാവർക്കും രാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ സംഗ്രഹം ഉപസംഹരിക്കുന്നു. ഹരി ഓം തത്സത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.